അപ്പൊ നോക്കിയേ, NREG പഠിച്ചതുകൊണ്ട് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വളരെ എളുപ്പമായി. ഇനി ഇത് വികസിത് ഭാരത് ഇനിയും എളുപ്പവും. കാര്യം എന്ന് വെച്ചാൽ ഇനി കമ്പയർ ചെയ്താൽ മാത്രം മതി. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഓർത്തിരിക്കേണ്ടത്, ഇത് ഡിസംബർ 2025 ഇത് NREG ആക്ട് റീപ്ലേസ് ചെയ്തു. എന്ത് ആക്ടായി മാറി? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് എന്നായി പേര് വന്നു. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ അവര് തന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറയും കേട്ടോ. മഹാത്മാ ഒരു പക്ഷെ അത് സിമ്പിൾ ആയതുകൊണ്ട് ഞാനത് ഇട്ടില്ല, ചോദിച്ചിട്ടില്ല. VB റാംജി ആക്ട് തന്നിട്ട് അവര് ഇതിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെച്ചു ഇതിന്റെ പേര്, ആക്ടിന്റെ പേര്. പിന്നെ ഇത് പ്രസിഡൻഷ്യൽ അസെന്റ് ഒക്കെ കിട്ടിയ ആക്ട് ആയെങ്കിലും ഇത് നടപ്പിലാക്കിയിട്ടില്ല. സ്റ്റേറ്റിന്റെ പലരുടെയും ഇത് എതിർപ്പ് കാരണം. അതെന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഡിസംബറിലാണ് ഇത് പാസ്സായത്. ഓക്കെ, അത് നമുക്കറിയാം. ഇത് ഒഫീഷ്യലി മഹാത്മാഗാന്ധി ആക്ടിനെ റിപ്പീലും ചെയ്തു, റീപ്ലേസും ചെയ്തു. ഞാൻ ഡിസ്കസ് ചെയ്താണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്ലാൻ ഉണ്ട്, വികസിത് ഭാരത്. 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റുക. അതിന്റെ ഭാഗമായിട്ട് അവർ പല സ്കീമിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഭാഗമാണ് ഈ മാറ്റം എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് അതിൽ അവർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാണ്. ഓക്കെ, ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി സസ്റ്റൈൻ എല്ലാം സെയിം ഫീച്ചേഴ്സ് ആണ്. ബാക്കിയൊന്നും അപ്പൊ എന്താണ് ഡിഫറെന്റ് എന്നുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോർ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ ചോദിക്കാം. ഈ ആക്ടിന്റെ 4 ഫൗണ്ടേഷണൽ പില്ലേഴ്സ് അല്ലെങ്കിൽ കോർ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒന്ന് എംപവർമെന്റ് ആണ്. എസ്പെഷ്യലി എങ്ങനെ എംപവർ ചെയ്യാൻ പറ്റും? ത്രൂ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം സെക്യൂരിറ്റി. 2 ഗ്രോത്ത് ആണ്. എങ്ങനെ? ക്രിയേഷൻ. എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും? എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവും? ക്രിയേഷൻ ഓഫ് ഡ്യൂറബിൾ ആയിട്ട് അധിക കാലം നീണ്ടു നിൽക്കുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ വേർഡ് ക്ലൈമറ്റ് റിസിലിയന്റ് എന്നുള്ള വേർഡൊക്കെ ആ വേർഡ് NREG ഇല്ല. ഡ്യൂറബിൾ പ്രൊഡക്റ്റീവ് അസെറ്റ് എന്നുണ്ട്. ക്ലൈമറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് റിസിലിയന്റ് റൂറൽ അസെറ്റ് എന്നുള്ള വേർഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഗവൺമെന്റ് സ്കീമിനും തമ്മിൽ കൺവേർജൻസ്. അപ്പൊ എംപവർമെന്റ്, ഗ്രോത്ത്, കൺവേർജ് ചെയ്തിട്ടുണ്ട്. പല റൂറൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സിനെയും ഈ സ്കീമുമായിട്ട്, വികസിത് ഭാരത് സ്കീമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ മാക്സിമം എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഹൗസ് ഹോൾഡ്സിലേക്കും ഇതിനെ കവർ ചെയ്യാൻ, ഈ സ്കീമിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫുൾഫില്ലിംഗ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റോഡ് എന്തൊക്കെ വേണോ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ വില്ലേജിന് വേണ്ട എല്ലാ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യാൻ ഇതിൽ കൊണ്ടിട്ട് വികസിത് ഭാരത് സ്കീം കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. 100 ദിവസമായിരുന്നു NREG എങ്കിൽ ഇവിടെ എന്തായി മാറിയത്? 125 days ആയി, 125 ദിവസമായി മാറി. ബാക്കിയെല്ലാം സെയിം ആണ്. അഡൾട്ട് മെമ്പർ, വോളണ്ടിയർ ടു ഡു അൺസ്കിൽഡ് മാനർ വർക്ക്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. 100 എന്നുള്ളത് 125 ആയി. അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഫീച്ചേഴ്സും സെയിം ആണ്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇതൊരു പുതിയൊരു ഫീച്ചറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറൽ പോസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ NREG ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. നമുക്കറിയാം കേരളത്തിലെ വേജസ്, ഡൊമസ്റ്റിക് ഡെയിലി വേജസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ പലരും അഗ്രികൾച്ചറൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ല കേരളത്തിലെ വർക്കേഴ്സിന്റെ എന്താ പറയുക, നമ്മുടെ ഒരു സർവീസ് എക്കണോമിയാണ്. മറിച്ച് അത് നോർത്തിലോട്ട് പോയാൽ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവര് NREG കൊണ്ട് അവിടുത്തെ സ്റ്റേറ്റ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഫാമേഴ്സ് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അഗ്രികൾച്ചർ പ്രൈം സീസണിൽ, പീക്ക് സീസണിൽ അവർക്ക് വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അഗ്രികൾച്ചർ ലേബേഴ്സിനെ കിട്ടുന്നില്ല. അവര് വേറെ ഈ പറയുന്ന NREG വർക്കിന് പോകുന്നുണ്ട്. അവര് ഈ വർക്കിലോട്ട് വരുന്നില്ല. കാരണം അവിടുത്തെ അവർ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് NREG വർക്കിന് ഏകദേശം സിമിലർ സാലറിയാണ്. അപ്പൊ അവിടെ അഗ്രികൾച്ചർ ലേബേഴ്സിന് കൊടുക്കുന്ന വേജ് റേറ്റ് കുറവായതുകൊണ്ട് അതുകൊണ്ടാണ് അവർ പോകാത്തത്.
അവിടെ വേജ് റേറ്റ് കൂടുതൽ കൊടുത്താൽ മതി, അപ്പൊ അവര് വരും. അപ്പൊ അത് പക്ഷേ നമ്മളോട് ഇവിടെ അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഇതൊരു ക്രിറ്റിസിസം കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫാം ആൻഡ് പബ്ലിക് ലേബറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ ലേബർ ഷോർട്ടേജ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂറിങ് പീക്ക് അഗ്രികൾച്ചർ സീസണിൽ എന്ത് ചെയ്തു, ഒരു പോസ് പീരീഡ് 60 ദിവസത്തേക്ക് ഈ ആക്ട് നടപ്പിലാക്കില്ല. ഈ വികസിത് ഭാരത് ജി ആക്ട് എന്ന് പറയുന്ന ആക്ട് 60 ദിവസത്തേക്ക് പോസ് ചെയ്ത് വെക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 305 ദിവസമേ ഇത് ഫങ്ഷനിങ് ഉള്ളൂ. ഈ 305 ദിവസത്തിൽ നിന്നാണ് 125 ദിവസം റൈറ്റ് ടു വർക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ 60 ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും അഗ്രികൾച്ചറൽ വർക്ക് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. അതാണ് ഈ പോസ്റ്റ് പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീസ്ട്രക്ചറിങ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ആണ് നടന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ NRGA സ്കീം എന്ന് പറയുന്നത് പ്യൂർലി ഡിമാൻഡ് ഡ്രിവൻ ആയിരുന്നു. ഡിമാൻഡിനനുസരിച്ച് നമ്മൾ അത് ആർക്ക് വേണമെങ്കിലും മീൻസ് ജോലിക്ക് വന്നാൽ ജോലി പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറയാണ്, ഇനി ഡിമാൻഡ് ഡ്രിവൻ അല്ല, ഞാനൊരു നോം സെറ്റ് ചെയ്യാണ്, ഞാനൊരു തുക അങ്ങോട്ട് തരും ഒരു വർഷത്തേക്ക്, അതിൽ നിന്ന് നിങ്ങൾ അത്രയും ഞാൻ തരുള്ളൂ, അത്രയും പേർക്ക് പണി കൊടുത്താൽ മതി. അപ്പൊ ഒരു സീലിംഗ് വന്നു, സ്പെൻഡിങ് സീലിംഗ് വന്നു. അതാണ് നോർമാറ്റീവ് അലോക്കേഷൻ എന്ന് പറയുന്നത്. നോർമാറ്റീവ് അലോക്കേഷൻ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ആസ് പെർ എ നോം എല്ലാ വർഷവും ഓരോ സ്റ്റേറ്റിനും ഇത്ര, ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇത്ര രൂപ അങ്ങോട്ട് തരും, അത്രയും എന്ത് തരുള്ളൂ. അപ്പൊ അതിന് മേലെ എന്ത് സ്പെൻഡ് ചെയ്താലും അതിന് മേലെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ആര് വഹിക്കേണ്ടി വരും, സ്റ്റേറ്റ് വഹിക്കേണ്ടി വരും. അപ്പൊ ഇത് തന്നെ ഒരു കോൺട്രവേഴ്സിയാണ്. ഇതുവരെ സെൻട്രൽ ഇങ്ങനെ ഒരു നോം വെച്ചിട്ട് ഒരു സ്പെൻഡിങ് സീലിംഗ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഈ സ്കീമിൽ കൊണ്ടുവന്നു, ഈ പുതിയ സ്കീമിൽ കൊണ്ടുവന്നു. ഇതൊരു കോൺട്രവേഴ്സിയാണ്. രണ്ടാമത് കോസ്റ്റ് ഷെയറിംഗ് പാറ്റേണിൽ മാറ്റം വന്നു. എന്ത് വന്നു? ഫിനാൻഷ്യൽ ബേർഡൻ. നമുക്കറിയാം, മുമ്പ് വേജസ് 100% സെന്റർ ആയിരുന്നു. കോസ്റ്റ് ഓഫ് മെറ്റീരിയലിന്റെ 75% സെന്റർ ആയിരുന്നു. അത് മാറി എന്തായി മാറി? ഫിനാൻഷ്യൽ ബേർഡന്റെ ഷെയറിംഗ് എന്തായി മാറി? സെന്റർ 60% തരുള്ളൂ, ബാക്കി 40% സ്റ്റേറ്റ് കൊണ്ടുവരും. അപ്പോ കൂടുതൽ സ്റ്റേറ്റിന്റെ സൈഡിൽ നിന്ന് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഹിമാലയൻ സ്റ്റേറ്റ്സിനും അവിടെ സ്റ്റേറ്റ് റവന്യൂ കുറവായതുകൊണ്ട് ഇവരൊക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് 90% സെന്ററും സ്റ്റേറ്റ് 10% കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. അവർക്ക് പ്രശ്നമില്ല. മറ്റ് ഈ പറയുന്ന ഹിമാലയൻ സ്റ്റേറ്റ്സ് അല്ലാത്ത, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാവർക്കും ഈ 60-40 ഷെയറിംഗ് വരുന്നതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. അതും ഇത് നടപ്പിലാക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതും പരിഹരിക്കേണ്ടി വരും. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. NREGയിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് സീലിംഗ് 6% ആണെങ്കിൽ ഇത് 9% മാറ്റിയിട്ടുണ്ട്. അവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ബെറ്റർ ലോക്കൽ സ്റ്റാഫിംഗ്, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ട്രെയിനിങ്, ടെക്നിക്കൽ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് 6% എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 9% മാറ്റിയത്. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ വരിക ഈ മാറ്റങ്ങളിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ മിക്കവാറും ഇതിന് രണ്ട് ആക്ടിനെ തമ്മിൽ കമ്പയർ ചെയ്തുള്ള ചോദ്യം വേണമെങ്കിൽ വരാം. NREG ആക്ടും വികസിത് ഭാരത് ആക്ടും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ 4 ഏരിയ എടുത്ത് പറയുന്നുണ്ട്. 4 ഏരിയയിൽ വേണം വർക്ക്, ഡ്യൂറബിൾ പബ്ലിക് അസറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പുതിയ ആക്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 ഏരിയ? വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, വാട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, വാട്ടർ റിലേറ്റഡ് പ്രോജക്ട്സ്, വാട്ടർ റിലേറ്റഡ് വർക്ക്സ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഇറിഗേഷൻ. പിന്നെ കോർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റൂറൽ റോഡ്സ്, ഗവൺമെന്റ് സ്കൂൾ, ലബോറട്ടറീസ്, അംഗൻവാടി ബിൽഡിംഗ്, ലൈബ്രറി, സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ്. പിന്നെ ലൈവ്ലിഹുഡ് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ലോക്കൽ മാർക്കറ്റ് പ്രൊഡക്ഷൻ അസറ്റ്സ് പറയുന്നുണ്ട്. 4ാമത് ക്ലൈമറ്റ് റെസിലിയൻസിന് ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് അതിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള വർക്ക്. അങ്ങനെ 4 വാട്ടർ സെക്യൂരിറ്റി, കോർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ലൈവ്ലിഹുഡ് റൂറൽ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൈമറ്റ് റെസിലിയൻസ്. ഇത് 4 ഏരിയയിൽ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ
ഈ പുതിയ ആക്ട് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ചോദിക്കാം. ഇത് പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് മൊത്തം ആക്ട് പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ എ ഡിസ്ട്രിക്ട് cannot exceed total 40% of the total expenditure. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ജില്ലയിലോട്ട് 100 കോടിയാണ് വികസിത് ഭാരത് സ്കീമുമായിട്ട് അലോട്ട് ചെയ്യുന്നെങ്കിൽ അതിന് വേണ്ടി അവർ മെറ്റീരിയൽസും മെഷീനറീസിനൊക്കെ വേണ്ടി 40 കോടിന് മേലെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം 60 കോടി ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് ലേബേഴ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് വർക്കിന് വേണ്ടിയിട്ടാണ്, ലേബർ ഇൻറ്റൻസീവ് എംപ്ലോയ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ വലിയ മെഷീനറി ഒന്നും വാങ്ങിക്കാൻ പാടില്ല, ലേബേഴ്സിനെ കുറയ്ക്കുന്ന മെഷീനറീസ് ഒന്നും വാങ്ങിക്കാണ്ട് ലേബേഴ്സ് കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി പ്ലാനിങ്ങിൻ്റെയും ഗവേണൻസിന്റെ ഭാഗമായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, ഡിജിറ്റലൈസ്ഡ് ആണ്, ബോട്ടം അപ്പ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഗ്രാമപഞ്ചായത്തിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം സിമിലർ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് ഡിസ്ട്രിക്ട്, പിന്നെ സ്റ്റേറ്റ്. അവിടെ നിന്ന് ഫൈനലി ഒരു പുതിയൊരു സെന്ററിന്റെ ഒരു പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലെവലെത്തുമ്പോൾ ഒരു പുതിയൊരു പേര് അവർ പറയുന്നുണ്ട്. പ്ലാന് വികസിത് ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന പ്ലാനിന് അവർ പറയുന്ന പേരാണ് വികസിത് ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക്. അതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ സ്കീം ഉണ്ട്, മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ 100 കോടി 100 ലക്ഷം കോടി അങ്ങനെ എന്താണ് ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. PM ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പോർട്ട്, റെയിൽവേസ്, PM അതാണ് PM ഗതിശക്തി. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് ഈ സ്കീമിനെ വികസിത് ഭാരത് റാംജി ആക്ട് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മോണിറ്ററിംഗ് നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളും ഡിജിറ്റൽ മാസ്റ്റർ റോള്, ജിയോ ടാഗിങ്, ഡയറക്റ്റ് പേയ്മെന്റ്, ബയോമെട്രിക് ഒതന്റിക്കേഷൻ എല്ലാം ഇതിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസിന്റെ ഭാഗമായിട്ട് മാൻഡേറ്ററി സോഷ്യൽ ഓഡിറ്റും റിയൽ ടൈം MIS-ഉം ഒക്കെ യൂസ് ചെയ്യണമെന്ന്, ഡാഷ്ബോർഡ് ഒക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇതുവരെ റാംജി ആക്ട് ചെയ്യുന്ന ഇതുവരെ ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. 3 സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അണ്ടർ ദി റാംജി ആക്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? വുമൻ മസ്റ്റ് റിസീവ് ഈക്വൽ വേജസ് ആസ് മെൻ. ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇതൊന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ടൊന്ന് ആൻസർ ചെയ്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിമാൻഡ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ടൈംലി വേജ് പേയ്മെന്റ് ഉണ്ട്, സ്കിൽ ലിങ്ക്ഡ് ലൈവ്ലിഹുഡ് സപ്പോർട്ട്. സ്കില്ല് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? നോ, അൺസ്കിൽഡ് ആണ് ഇവിടെ വരുന്നത്. സ്കില്ലിന് വരാമെന്ന് പറയുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് സ്കില്ല്. പക്ഷെ അത് റൈറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റില്ല. റൈറ്റ് എന്നപ്പോൾ അത് അവകാശമായി മാറി, ചോദിച്ചാൽ കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയായി വരും. അപ്പോൾ സ്കിൽ ലിങ്ക്ഡ് എപ്പോഴും ഗവൺമെന്റ് കൊടുക്കാൻ പറ്റണമെന്നില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് പ്രോജക്റ്റ് ഉന്നതിയൊക്കെ ആയിട്ട് NRG കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കുറെ ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ A വരുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. എന്താ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ? യെസ്, B ആണ് ആൻസർ. Aയും Cയും Dയും തെറ്റാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇവിടെ എന്താണ്? ബ്ലോക്ക് ലെവൽ കൺസോളിഡേറ്റിംഗ് വില്ലേജ് പ്ലാൻസ് ഇൻ ടു ബ്ലോക്ക് ലെവൽ എംപ്ലോയ്മെന്റ് പ്ലാൻസ് ആണ്. അപ്പൊ അതാരാ ചെയ്യുന്നത്? ബ്ലോക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. നമുക്കറിയാം എന്താണ്, CAG ആയിട്ടൊരു ബന്ധമില്ല, എക്സ്ക്ലൂസീവ്ലി സ്റ്റേറ്റ് ഇല്ല, ഫിനാൻസ് മിനിസ്റ്റർ ഇല്ല, സോഷ്യൽ ഓഡിറ്റ് ബൈ ഗ്രാമസഭയാണ്. B ആണ് ആൻസർ 5ന്റെ. ആറാമത്തതോ 100 അല്ല, ഇത് ഓഫർ ചെയ്യുന്നത് 125 ഓൺലി അർബൻ. തെറ്റാണ്, മീൻസ് അത് ഇറ്റ് ഇസ് റൂറൽ.
തെറ്റാണ്. ആൻസർ എന്താണ്? ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ 3 പ്രധാനപ്പെട്ട പ്രോഗ്രാം, അതിലൊന്ന് കറണ്ട് അഫെയർ ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് ഒരുപാട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പഠിച്ചു, PYQ കണ്ടു, സിലബസിലുള്ള ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കി, കറണ്ട് അഫെയർ ആണെന്ന് ലിങ്ക് ചെയ്തു, PYQലൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കുറവാണ്. സ്പീഡായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നുണ്ടാകുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ ജി റാംജി ആക്ടിന്റെ ക്വസ്റ്റ്യൻ എല്ലാം മുമ്പ് ചോദിച്ച PSC ക്വസ്റ്റ്യൻ മോഡൽ ചെയ്ത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ മെയിൻസിലും സ്റ്റേജ് 3യിലുള്ള അധികം എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സമയം കളയരുത്. സ്റ്റേജ് 2ലും സ്റ്റേജ് 3യിലുള്ളവരും നിങ്ങൾ പഠിക്കാത്ത സിലബസിൽ ഏതെങ്കിലും പഠിക്കാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക. PYQs ഉള്ളതൊക്കെ മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റ് എക്സാമിന് മുന്നോടിയായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ സമയത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, സില്ലി മിസ്റ്റേക്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബ്സ് വീഡിയോയുടെ എൻക്വയറി നമ്പറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.